ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവനി അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ഉടുപ്പി വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉടുപ്പിയിലേക്ക് പോയതിൻ്റെ ഒരു പാർട്ടാണ്. കാരണം ഒരുപാട് സംഭവങ്ങളുള്ളതുകൊണ്ട് ഞാനത് പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ മറ്റു ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഭാര്യമാർ, അവരുടെ പിള്ളേർ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പോയത്. പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉടുപ്പിയിലാണുള്ളത്. ഉടുപ്പിയിൽ അവിടെ നഴ്സിംഗ് കോളേജ് നടത്തുകയാണ്. അപ്പോൾ ആൾ ഒരു പുതിയ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിനാണ് ഞങ്ങളെ ക്ഷണിച്ചത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:15 ഷൊർണൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ. മംഗലാപുരം വരെ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഉടുപ്പിക്ക് ടിക്കറ്റ് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ ഷൊർണൂർ എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് വെള്ളയപ്പം, കടലക്കറി, പിന്നെന്തായിരുന്നു, നൂൽപ്പിട്ട്. അപ്പോൾ അതാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. പിന്നെ കുറേ അങ്ങോട്ട് നടക്കാണ്ടായിരുന്നു കേട്ടോ. ബാഗെല്ലാം തൂക്കിയിട്ട് നടക്കൽ തുടങ്ങി. അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ട്രെയിൻ വന്നത്. ഞങ്ങൾ പിന്നെ എങ്ങാനും നമുക്ക് മിസ്സാവേണ്ട വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടാവുമല്ലോ. വെള്ളയപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ട്രെയിനിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വെള്ളയപ്പം ഞാൻ കുത്തി കയറ്റി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 3 പട്ടീനെ കണ്ടു. ഞാൻ പേടിച്ചിട്ടായിക്കോട്ടെ ഇങ്ങനെ മെല്ലെ പോന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ പുറത്തൊരു വലിയൊരു ബാഗുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ നടക്കാൻ വയ്യ. എൻ്റെ പുറം നല്ല വേദന ഉണ്ടായിരുന്നു. ഓൾറെഡി പുറം വേദന ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ അതിൽ കളിയാക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുത്തത് ഞങ്ങളതിനൊന്നും പെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എത്രയോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ പെടും. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഞാൻ ഇപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്ഥലമില്ലെങ്കിൽ ഞാൻ അതെല്ലാം സിനിമ ഒക്കെ കയറ്റുമ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് വെക്കാമല്ലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ നടന്ന് അതാ മേലെ സ്റ്റെപ്പൊക്കെ കയറി പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഷൊർണൂർക്ക് വരുന്നത്. അപ്പം എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇവരൊക്കെ അവരുടെ ഫ്രണ്ടിന് കോഴിയുടെ കച്ചവടം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്കിത് സ്ഥിരമായിട്ടുള്ള റൂട്ടാണ്. സ്ഥിരം ഇവിടെ നിന്നാണ് കോഴികളെയൊക്കെ കയറ്റി വിടാറ്. അങ്ങനെ മറ്റ് ഫാൻസി കോഴികളില്ലേ അത്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ഇരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് ബാഗെല്ലാം വെച്ചു. എന്നിട്ട് അവിടെ ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ കുറച്ച് അതിൻ്റെ അപ്പുറത്ത് കൂടെ പോകുന്ന ട്രെയിനിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുകയായിരുന്നേ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. ബാത്റൂമിലേക്കൊക്കെ പോയി. ട്രെയിനിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ പോയി. അതിന് ശേഷം അങ്ങനെ കുറേ നേരം ഇരുന്നു. കുറേ സെൽഫികളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്, കാരണം എൻ്റെ പുറത്ത് നല്ല വെയിറ്റുള്ള ബാഗുകളുണ്ട്. എനിക്ക് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ട്രെയിൻ വന്നു. വരുന്നത് കാണാമല്ലോ. ട്രെയിൻ വരുന്ന വീഡിയോ തന്നെ തോന്നുന്നുണ്ടത്. എന്നാലും സമയമൊക്കെ കറക്റ്റാണേ. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ വന്നു കേട്ടോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരൊക്കെ വേറെ ബോഗിയിലായിരുന്നു. ഞങ്ങൾ ഒന്നിലായിരുന്നു. കാരണം കുറേ പേരിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ഇതിലാണ് പോണത്. പിന്നെ അവൻ്റെ ഫാമിലിയായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ ഫാമിലിയായിട്ടും കുറേ പേര് വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രെയിനിൻ്റെ ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്. ഇത് വേറെ ഏതോ ഒരു ട്രെയിൻ പോണതൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണോ? അത് ഞാൻ എടുത്ത വീഡിയോ അല്ലേ. ചിലപ്പോൾ എൻ്റെ മോളെടുത്തതാവും കേട്ടോ. അതാവും. ഞാനെടുത്തോന്നല്ല ഇത്. സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മകൾ എടുത്തതാണെന്ന് തോന്നുന്നു ഇത്. അപ്പം അതതിൽ പെട്ടതായിരിക്കും.
ഇത് ഞാൻ അടുത്ത വീഡിയോ ആണ്, എന്താ ട്രെയിൻ വരുന്ന വീഡിയോ. അയ്യോ അത് ഞാൻ കളയാൻ വിട്ടുപോയതാണ് കേട്ടോ ആ വീഡിയോ. ഞാൻ വെച്ചാൽ വീഡിയോ ഒന്നും ഞാൻ തുറന്നു നോക്കിയില്ല, അപ്പം അത് ഞാൻ കളയാൻ വേണ്ടിയിട്ട്. അത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സൗണ്ട് കൊടുക്കൽ തുടങ്ങി, ഇനിയിപ്പോൾ കളയാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. എനിക്ക് ഇഷ്ടപ്പെട്ട വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടേക്ക് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല പുറത്ത്. എന്താ വെച്ചാൽ കുറേ പാടങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കാണുള്ളൂ. പിന്നെ ഒരു ഇതിൽ മൊത്തം ഞങ്ങൾ മാത്രമായിരുന്നേ, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മോളും കൂടിയിട്ട് വിൻഡോ സീറ്റിന് അടിയിട്ടാണ്. എനിക്ക് വിൻഡോ അവിടെ ഇരിക്കണം പറഞ്ഞിട്ട് ഞാനും അവളും കൂടി പൂരെ തല്ലും. അവസാനം ഞാൻ അവളെന്നെ ഇരുത്തി, കാരണം ഞാൻ അമ്മയല്ലേ, അപ്പോൾ മാറിക്കൊടുത്തു. അപ്പോൾ അവളാണ് ആ സൈഡിലിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോരൊടുങ്ങി. കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അവൾ അതിൻ്റെ മേലെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പോയി. അപ്പോൾ വീണ്ടും ഞാൻ സൈഡ് സീറ്റിട്ട് ഞാനായി. വീണ്ടും ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോക്ക് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരമായപ്പോൾ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വട മേടിച്ച് കഴിച്ചു. ട്രെയിനിൽ നിന്നൊന്ന് മേടിച്ച് കഴിക്കരുന്ന്. ഇവരെ ഫ്രണ്ടിൻ്റെ പേര് ഷിനോദ് എന്നാണ്. ഷിനോദ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പക്ഷേ വിശപ്പ് കാരണം ഞങ്ങൾ അതൊന്നും ചിന്തിച്ചില്ല. നല്ല ടേസ്റ്റുള്ള വടയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ചട്നി ഞാൻ കൂട്ടിയില്ല. വട സൂപ്പറായിരുന്നു, അടിപൊളി വടയായിരുന്നു. അങ്ങനെ വടയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും ഇവരിങ്ങനെ കൊണ്ടു ലേസ് അത് ഇത് പണ്ട്. എൻ്റെ മകനാണെങ്കിൽ ലേസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ ലേസ് കുറേ മേടിച്ചു. ഇവരിങ്ങനെ ഈ സെക്കൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവർ. അത് വേണോ ഇത് വേണോ, കാപ്പി ചായ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ചായ മേടിച്ചു, കാപ്പി മേടിച്ചു. ട്രെയിനൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളയപ്പൊക്കെ തിന്നിട്ട് വന്നിട്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേടിച്ച് കഴിച്ചു. ഉച്ചയ്ക്കുള്ള ഫുഡ് മാത്രമാണ് ഞങ്ങൾ മേടിക്കാൻ, കാരണം അത് എന്താണ് ഞങ്ങൾക്ക് ഷിനോദിന് തന്നെ എന്താ പറയുക, അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, ഉടുപ്പിയിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എല്ലാ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താണ് ഇങ്ങനെ വരുന്ന ചെറുവക സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ചു. എൻ്റെ മകന് കുറേ നേരമൊക്കെ അവരെ രാജേഷേൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മേലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ അതിൻ്റെ മേലൊക്കെ കയറൽ തുടങ്ങി. പിന്നെ കുറേ നേരം ആ സൈഡിലൊക്കെ ഇരുന്നപ്പോൾ എന്താ എനിക്കത് കുറേ നേരം ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബോറടിക്കൽ തുടങ്ങി. അപ്പം ഞാൻ അവിടെ ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ നടന്നു. എനിക്ക് പേടിയുണ്ട് കേട്ടോ, കാരണം ഈ മറ്റേ അയ്യോ വാതിലിൻ്റെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വീണ് മരിച്ചിട്ടുള്ള ന്യൂസൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് അവിടേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ കുറേ നേരം എന്താണ് ഞാനൊന്നും അങ്ങനെ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പോയില്ല. പിന്നെ വൃത്തിയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ആ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ കമ്പിയില്ല, ആ ജനാലയ്ക്കൊന്നും കമ്പിയില്ല. അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്നു കുറേ നേരം. പിന്നെ ഇറങ്ങണ വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്നത്. പിന്നെ TTR വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് മംഗലാപുരം വരെ ഉള്ളൂ, അപ്പോൾ എന്താണ് ഉടുപ്പിയിലേക്ക് ആക്കി തരണം പറഞ്ഞപ്പോൾ ആ ചേച്ചി ഒരു പെണ്ണായിരുന്നു കേട്ടോ, ആ ചേച്ചി അതെല്ലാം സെറ്റാക്കി തന്നു. പൈസ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ കൊടുത്തൊക്കെ സെറ്റാക്കി. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇനി പോകണ്ട, അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തവർ വരികയാണെങ്കിൽ അവർക്ക് സ്ഥലം കൊടുക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് എന്തോ ഒരു സ്റ്റോപ്പിൽ ഇവർ ഇറങ്ങിയിരിക്കുക കേട്ടോ, എന്താണ് പിന്നെ അധികം സ്റ്റോപ്പില്ല കേട്ടോ. ഞങ്ങൾ കയറിയ ട്രെയിനിന് ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ തിരൂർ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, അതിന് മുന്നേ മറ്റേ കണ്ണൂർ, അത് കഴിഞ്ഞാൽ പിന്നെ എവിടെയായിരുന്നു നിർത്തിയത്, പിന്നെ കാസർഗോഡ്, പിന്നെ മംഗലാപുരം, പിന്നെ ഉടുപ്പി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എത്തുന്ന ട്രെയിനായിരുന്നു. പക്ഷേ ട്രെയിൻ മംഗലാപുരം വരെ വേഗം സ്പീഡിലൊക്കെ പോയി. അപ്പോഴേ തോന്നി എന്ത് പറ്റി ട്രെയിനിന്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയില്ലേ നിർത്തൽ. പിന്നെ ട്രെയിൻ എല്ലായിടത്തും അരമണിക്കൂർ നിർത്തി എത്തിയപ്പോൾ 2:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടുപ്പിയിലെത്തിയത്. അത്ര നേരം ട്രെയിൻ നിർത്തിയിട്ടു. എനിക്കൊക്കെ വിശന്നിട്ട്. അപ്പോൾ അവരാണെങ്കിലോ ഇത് ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോയതാട്ടോ, ഒരു ഗുഹ പോലെ എന്തോ ഉള്ളിൽ കൂടെ പോയതാണ്. അതൊന്നും അപ്പുറത്തൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, എനിക്ക് പേടി. ഫോണെങ്ങാനും ആ പൊതുകൂടെ അതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി പറയാൻ പറ്റില്ലല്ലോ നമുക്ക്.
ആരെങ്കിലും പിന്നെ പോയി അവിടെ ആരെ ചങ്ങലൊക്കെ വലിച്ചിട്ട് എൻ്റെ ഫോൺ എടുക്കാൻ നിൽക്കണം. അപ്പേക്ക് പേടിച്ചിട്ട് ഞാൻ എൻ്റെ ബാഗിനുള്ളിൽ തന്നെ ഫോൺ വെച്ചു. പിന്നെ ഇവിടെയൊക്കെ കുറേ നേരം നിർത്തിയിട്ട് പറഞ്ഞില്ലേ, അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ മറ്റേ ഇത് വരില്ലേ, ഫുഡായിട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി, എഗ്ഗ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പം എൻ്റെ മോൻ പറഞ്ഞു കേട്ടോ അതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. വടൊന്നും പോലെ അല്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഇപ്പം എത്തും നമ്മളിപ്പോൾ എത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ ഇനി നിർത്തിയിട്ടാണെങ്കിൽ ഞാൻ മേടിച്ച് തിന്നും. കാരണം അത്ര വിശന്ന്. കാരണം ഒരു വടയും പിന്നെ കുറച്ച് ലേസാണെങ്കിൽ കുത്തി കയറ്റി ഇറക്കണം. പിന്നെ രാവിലെ വെള്ളപ്പം കഴിച്ചാൽ അത് എപ്പോഴാണ് വെച്ചിട്ട് 6:30 എവിടെയല്ലേ കഴിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, വയറിളകിയാലും കുഴപ്പമില്ല, ഞാൻ മേടിച്ച് തിന്നിക്ക് നല്ല വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം നിർത്തണ സ്ഥലത്തൊന്നും കടയില്ല. അതാണ് രസം. മംഗലാപുരം കഴിഞ്ഞിട്ട് പിന്നെ ഉടുപ്പി എത്തണ വരെ കടകളൊന്നും ഇല്ല. ഈ നിർത്തണ സ്ഥലമൊക്കെ എങ്ങനെയാ വെച്ചാൽ ചിലപ്പോൾ ഇവിടെ അപ്പുറത്ത് പുഴ, ചിലപ്പോൾ കുറേ എന്താ പറയുക ഇങ്ങനെ കാട് ഇപ്പോൾ കാണാമല്ലേ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ആ കമ്പിയില്ലാത്ത സ്ഥലത്ത് ഞാൻ പോയിരുന്നേ. അപ്പോൾ ഞാൻ അടുത്തതാണ് ആ സ്ഥലത്തൊക്കെയാണ് ഇത് നിർത്തിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് മേടിച്ച് തിന്നാനാണ്. ഞാനിപ്പോൾ ആ സ്ഥലത്തുനിന്ന് എടുത്ത വീഡിയോസൊക്കെയാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ പറഞ്ഞു രാജേഷേട്ടനോട് ഞാനിങ്ങനെ ഇരിക്കാം, നിങ്ങൾ ഒരു വീഡിയോ എടുത്തായോ പറഞ്ഞു. അങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കണത്. അങ്ങനെ കുറച്ച് തരി വീഡിയോ എടുത്തിട്ട് പക്ഷേ രസം ഉണ്ടായിരുന്നില്ല കാണാൻ. അതിൽ ഞാനിങ്ങനെ കണ്ണടച്ച് ജിമ്മി തുറന്ന് അപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിർത്തിയിട്ട് പോയിട്ട് പിള്ളേരൊക്കെ അമിത്തൊക്കെ ചീറലൊടുങ്ങി. അവസാനം പാവം വിശന്നിട്ട് കിടന്ന് ഉറങ്ങി. ഉടുപ്പി എത്തണ വരെ അവൻ കിടന്ന് ഉറങ്ങി. എന്താണ് പിന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാനൊരു പേടി. പിന്നെ നമുക്കുള്ള ഫുഡൊക്കെ അവിടെ അവർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കഴിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് മോശമില്ല. ഇതാണ് കേട്ടോ ആ വീഡിയോ. ഞാനിങ്ങനെ ഒരു നല്ല ഭംഗിയിലൊക്കെ കിടന്നിട്ട് അത് കൊളായി. വീഡിയോ എന്തായാലും കൊളായി. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കൊളായി. അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങനെ വെച്ചത് ഞാൻ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞ കേട്ടോ. കണ്ട നല്ല രസമുണ്ടായിരുന്നു അവിടെ കിടക്കാൻ, നല്ല കാറ്റായിട്ട്. കണ്ട നിർത്തിയിരുന്ന സ്ഥലം നോക്കി നോക്ക്. ഈ കാട്ടുപൊന്തയിലൊക്കെയാണ് നിർത്തിയിരുന്നത്. അപ്പോൾ എന്ത് പോയി മേടിക്കാനാണ് ഞങ്ങൾ. ഒന്നുമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ പോയിട്ട് മേടിക്കായിരുന്നു നമുക്ക്. പക്ഷേ അതൊന്നും പറ്റില്ലല്ലോ. ഒരു കടയില്ല. ഇങ്ങനത്തെ കാട്ടുപൊന്തോളിലൊക്കെയാണ് ഈ നിർത്തി പോണത്. അപ്പോഴേക്കും മോൻ ഉറങ്ങി. ഞങ്ങൾ ഫോണൊക്കെ കുത്തിവെച്ചു. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഫുള്ള് കഴിഞ്ഞു, രാജേഷേട്ടൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പം എനിക്ക് ഇനിയും കുറേ വീഡിയോസ് എടുക്കാമല്ലേ. അപ്പം ഞാൻ ഫോണൊക്കെ കുത്തിവെച്ചു. നല്ല നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കുത്തിവെച്ചു. അങ്ങനെ ഞങ്ങളെത്തി. ഇത് ഫ്രണ്ട്സ്, ഇതിൻ്റെ കയ്യിൽ ബാഗുണ്ട്, എല്ലാ കുന്തങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഫോൺ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് അവൻ്റെ കോളേജ് ബസ്സാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അവൻ അവിടെ കോളേജ് നടത്താൻ, നഴ്സിംഗ് കോളേജ് നടത്തില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാജേഷേട്ടനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവരായിട്ടൊക്കെ കട്ട കമ്പനിയാണ്. പിന്നെ അവർ ഫുള്ള് ഹിന്ദി സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ ഹിന്ദിയും അറിയാം. ഇതാണ് ഷിനോദിൻ്റെ റെസ്റ്റോറൻറ്റ്, ഷലാസ്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി. ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ രാജേഷേട്ടനും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എപ്പോഴും വരും, ഞങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവൻ്റെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ആദ്യം തന്നെ എല്ലാവരും ബാത്റൂമിലേക്ക് ഓടി. റെസ്റ്റോറൻറ്റൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നേ. എന്താ വെച്ചാൽ കാണുമ്പോൾ നമ്മൾ ചെറുത് തോന്നും, പക്ഷെ ഉള്ളിലേക്ക് പോകും തോറും അത്യാവശ്യത്തിന് ഇരിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ എന്തായിരുന്നു ചോറാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് നോക്കുമ്പോൾ മറ്റേ അരിയില്ലേ, മറ്റേ ആ നെല്ലിത്തരിയുടെ അരിയില്ലേ, അത് അതിനെന്താ പറയുക ഇവിടെ, മട്ടരിയില്ലേ, നമ്മുടെ മട്ടരി. അപ്പം എനിക്കിഷ്ടമായില്ല അത്. ആ ചോറ് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ടാവുന്നു. അങ്ങനെ അത് രാജേഷേട്ടൻ കഴിച്ചു. കണ്ടില്ല, ഈ ചോറ് എനിക്കിഷ്ടമല്ല, എനിക്ക് വെള്ളരി ഇഷ്ടം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എന്താ ഓർഡർ ചെയ്ത്, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ചിക്കൻ്റെ. പിന്നെ ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു. മീൻ എനിക്കിഷ്ടമായില്ല. നമ്മുടെ അവിടുത്തെ ചെറിയ മീനുകളാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു സുഖമില്ല, ആ മീനൊന്നും ടേസ്റ്റ് ഇല്ല. അങ്ങനെ കൈ കഴുകാൻ പോയപ്പെടുത്തായിരുന്നു കേട്ടോ അത്. അങ്ങനെ കഴിച്ചു, എല്ലാം കഴിച്ച് അപ്പോഴേക്ക് എന്നെ 3 മണി 4 മണിക്കായി തോന്നുന്നുണ്ട്. ഏകദേശം 3 മണി 3:30 ആവാനായി. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ മീനുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ ഇന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഇതാണ് കേട്ടോ, ഫിഷും പിന്നെ ചിക്കൻ, മട്ടൻ, ബീഫൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്ന് ബീഫ് കിട്ടില്ല, അതൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ.
ഫിഷാണ് അവിടെ മെയിൻ. ഞാൻ പോയിട്ടൊന്നും ചിക്കനൊന്നും അങ്ങനെ കഴിക്കാൻ ചെയ്തിട്ട് ഫിഷാണ് മെയിൻ. എന്താ വെച്ചാൽ അപ്പോൾ അവിടെ അടുത്ത് കടലുള്ളിടത്തൊന്ന് പിടിച്ചുകൊണ്ടിരിക്കുക, അവർ അങ്ങനെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന മീൻ എന്ന് പറഞ്ഞാൽ അവരതിന് ശരിയാക്കുക, വറുക്കുക, അപ്പം തന്നെ കൊടുക്കുന്നില്ല. അതാണ് അവിടുത്തെ മെയിൻ സാധനം കേട്ടോ. ഞങ്ങൾ മാത്രമുള്ളൊരു കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം. അത് അടുത്ത പാട്ടിൽ കാണിച്ചു തരാം, കാരണം ഒക്കെ കൂടിയിട്ട് ഇതിൽ സ്ഥലമില്ല. ഇത് ഇപ്പം തന്നെ 24 മിനിറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും സ്കൂൾ ബസ്സിലൊക്കെ കയറി. ഞാൻ പറഞ്ഞില്ലേ മീൻ ഇങ്ങനെ കൊണ്ടുവച്ചെടുക്കണം നോക്ക്, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സ്കൂൾ ബസ്സിൽ കയറി ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. എന്തോ റിസോർട്ടിൻ്റെ പേര് അതിനിപ്പോൾ അതിൽ കാണിക്കുമായിരിക്കും, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊന്നു. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഫ്രഷായിട്ട് ഞങ്ങൾ കടൽ കാണാൻ പോയി. കടലിൻ്റെ പോയെന്ന കാപ്പു ബീച്ചോ അങ്ങനെ എന്തൊരു ബീച്ച്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താ കപ്പോന്നോ അങ്ങനെ എന്തൊരു ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറാൻ പോവാണ്, റിസോർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ അവിടെയാണ്. ഞങ്ങൾ ഇവിടുന്ന് വെള്ളിയാഴ്ചയാണ് പോയത്, പരിപാടി ശനിയാഴ്ച രാത്രിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം എങ്ങോട്ട് പോവും, ബുക്ക് ചെയ്ത വേറൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവും. ഇപ്പം നമ്മൾ റിസോർട്ടിൽ ഒരു ദിവസം, ഇനി പിറ്റേ ദിവസം നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവും, ഹോട്ടലിലേക്ക് പോവും. അപ്പം റിസോർട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമാവുകയൊന്നും ചെയ്തില്ല. അത്ര ഞങ്ങൾ മൂന്നാറിലേക്കൊക്കെ പോയപ്പോൾ എടുത്ത റിസോർട്ടിൻ്റെ അത്ര ഒന്നും രസമൊന്നും ഉണ്ടായിരുന്നില്ല. ബാത്റൂമൊക്കെ ശോകമായിരുന്നു, എനിക്കൊന്നും ഇഷ്ടമായില്ല. പക്ഷെ ഞങ്ങൾ ഹോട്ടലിൽ എടുത്തില്ലേ, അത് റൂം ചെറുതായിരുന്നെങ്കിലും ബാത്റൂമൊക്കെ കിട്ടി നല്ല സെറ്റപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. പൂളൊക്കെ ഉണ്ട് ഇവിടെ റിസോർട്ടിൽ, പൂളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാട്ടെ അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ എല്ലാവരും അവിടെ സ്ഥലമൊക്കെ കിട്ടി, എല്ലാവരും ലഗേജൊക്കെ എടുത്തിച്ചു. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഞാൻ പൂളിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ കുട്ടികൾ കഴിക്കാനല്ല കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു അവിടെ. എന്നുവെച്ചാൽ മറ്റേ ഊഞ്ഞാൽ അങ്ങനെ കുറച്ച് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അമിത്തും അവനും കൂടിയിട്ട് അങ്ങോട്ട് ഓട്ടം തുടങ്ങി, ബാക്കിയുള്ള പിള്ളേരും അങ്ങോട്ട് കൂടി. ചായ ഉണ്ടായിരുന്നു, ചായ ഞാൻ കുടിച്ചില്ല, കാരണം അപ്പം കഴിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചായ ഓൾറെഡി ഞാൻ കുടിക്കില്ല, കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ കാപ്പി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഹിഡൻ വുഡ്സ് റെസ്റ്റോറൻറ്റ് ഇട്ടാ. അപ്പം അതാണ് അതിൻ്റെ പേര്. റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, എല്ലാം കൂടിയിട്ടുള്ളതാണ് അത്. അങ്ങനെ ഇവിടെ ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് പാർക്ക് പോലെ. അവിടെ ഊഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോയി. നല്ല രസമുള്ള സ്വിമ്മിംഗ് പൂൾ, പക്ഷെ നല്ല ആളുണ്ടായിട്ട് എനിക്ക് തോന്നി. കുട്ടികളുടെ ഭാഗത്ത് തന്നെ അത്യാവശ്യത്തിന് ആളുണ്ട്. എന്താ വെച്ചാൽ ഏകദേശം എൻ്റെ കഴുത്ത് വരെ ആളുണ്ട് അപ്പുറത്തെ സൈഡ്. പിന്നെ എനിക്ക് നീന്താൻ അറിയില്ല, ഞാനിങ്ങനെ തുഴയുള്ളൂ. എനിക്ക് നീന്താൻ പേടിയാട്ടോ. നീന്താൻ അറിയില്ല, എനിക്ക് വെള്ളവും പേടിയാണ്. നീന്താൻ കുറേ പഠിപ്പിച്ചു തരാനൊക്കെ കുറേ നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ വെള്ളം കുടിക്കപ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ പാർക്ക്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറുക, പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ഒരു രസമാണ് സാധനമില്ല കേട്ടോ. പിന്നെ മറ്റേ സാധനമില്ല, ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരാൾ കയറിക്കഴിഞ്ഞാൽ പൊന്തണ സാധനം, അത് അങ്ങനെ കുറച്ച് ഐറ്റംസ് അതന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് നടന്നു. അതിനുശേഷം പിന്നെ വീണ്ടും വണ്ടി വന്നു. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോയത്. ഇതവിടെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന കേട്ടോ വെള്ളച്ചാമ്പയ്ക്ക. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഒരു രസവുമില്ല വെള്ളച്ചാമ്പയ്ക്ക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ പോലെ. പക്ഷെ അമിത്തിന് ഭയങ്കര ഇഷ്ടമായി, അവന് കുറേ പൊട്ടിച്ചു കൊടുത്തു, അവനൊക്കെ തിന്നു. അവനല്ലെങ്കിൽ ഈ ചാമ്പയ്ക്ക, ചക്ക, മാങ്ങ ഒക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അത് കുറേ തിന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോയത്. വണ്ടിയിൽ കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിനുള്ളിൽ ഇറങ്ങിയിട്ട് വരണമൊന്നും എടുക്കാൻ പറ്റില്ല. ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിൻ്റെ പേര് എന്താ, കപ്പൂന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു എന്തോ ഒരു പേരുള്ളൊരു ബീച്ചാണ്. നല്ല വ്യൂ കേട്ടോ, സൂപ്പർ വ്യൂ ആണ്, അടിപൊളി ബീച്ച്. അതിൻ്റെ മുകളിലേക്ക് കയറണേ, അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ അവിടെയൊക്കെ കണ്ട് നിറയെ ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വെള്ളത്തിൽ ചാടാന്ന് പറഞ്ഞിട്ട് ഞാൻ പാൻറ്റൊക്കെ പൊക്കി പിടിച്ച് വെള്ളത്തിൻ്റെ അവിടേക്ക് ഓടിയപ്പോഴേക്കും അവിടെ നിന്ന് വിസിലടിച്ചിട്ട് ഒരാൾ വരുന്നു. ഫുള്ള് ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു.
പറഞ്ഞത് സംഭവം എന്താ വെച്ചാൽ ഇനി ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, എന്താ വെച്ചാൽ അതിൻ്റെ തലേദിവസം 2-3 പേരൊക്കെ വെള്ളത്തിൽ പോയിട്ട് മരിച്ചു അത്രേ. അപ്പോൾ അതുകൊണ്ട് 6 മണിക്ക് ശേഷം ഒരെണ്ണത്തിനെ വെള്ളത്തേക്ക് ഇറക്കില്ല. അങ്ങനെ വിസിലടിച്ചൂട് നടക്കുക. അതുകൊണ്ട് എനിക്ക് കാല് പോലും നനയ്ക്കാൻ ചക്ക സമ്മതിച്ചില്ലടൂ. പറ്റില്ല പറഞ്ഞിട്ട് കിടന്ന് ഇങ്ങനെ ഓടിയിട്ടിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ശരി പിറ്റേ ദിവസം വേറൊരു ബീച്ചിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സമാധാനിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. കണ്ടില്ലേ, കുറേ ഫോട്ടോസ് എടുത്തുട്ടോ ഞങ്ങൾ. സെൽഫിയാണ് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നല്ല തിരയാണെന്ന് തോന്നുന്നുണ്ട്, അതാണ് ഇറക്കാത്തത്. പിന്നെ ഈ 6 മണിക്ക് ശേഷമൊക്കെ തിരക്ക് കുറച്ച് ശക്തി കൂടുതലായതുകൊണ്ടായിരിക്കാം. 6 മണിക്ക് ശേഷം ഒരെണ്ണത്തിന് അവിടെ വെള്ളത്തേക്ക് ഇറക്കണില്ല. ആ ചെക്ക ഇങ്ങനെ വിസിലടിച്ചിട്ട് അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു. പിന്നെ നമ്മൾ വിചാരിച്ചു ശരി, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്നാലും കാല് നനയ്ക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസവും ബീച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. ബീച്ചല്ല, ഒരു ഐലൻഡ്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത പാട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഈ പാട്ടിൽ ഇനി സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നെ അവിടെ എന്താ ഉണ്ടായിരുന്നത്, കളിക്കാൻ കുറച്ചതൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. കാറ്, പിന്നെ വലിയത് ഇങ്ങനെ ഓടിച്ചു പോകാനുണ്ടായിരുന്നു, പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു. എന്നോട് കയറണോ ചോദിച്ചു. എനിക്ക് പേടിയാണ് പറഞ്ഞു. ഞാൻ കേട്ടാ ഞങ്ങൾ ഓടിയുള്ളൂ, വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പിന്നാലെ ഇങ്ങനെ വീഡിയോ കൊടുത്തിട്ട് വരിക, അത്ര ഈ വെള്ളത്തിൽ കളിക്കുക വിചാരിച്ചിട്ട്. അപ്പം വന്നിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അതോ കണ്ടില്ലേ വിസിലടിക്കുന്ന കാല് പോലും നനയ്ക്കാൻ പറ്റിയില്ല. അമിത്തിനാകെ വിഷമമായി. അമിത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമിത്ത് ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു, നനയ്ക്കണ പറ്റിയില്ലടോ. അങ്ങോട്ട് പോകുമ്പിക്കൊക്കെ വിസിലടിച്ചിട്ട് ഓടി വന്നു. കേട്ടാ, ഇതാണ് അവൻ. അപ്പോൾ അവിടെ ഉള്ളവരനൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞത് ഏകദേശമൊക്കെ മനസ്സിലായി. ഇതാണ് പ്രശ്നം, ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങോട്ട് കയറിപ്പോന്നു. ഒട്ടകത്തിനെ കണ്ടു, കുതിരനെ കണ്ടു. അതിൻ്റെ മുകളിൽ കയറണോ ചോദിച്ചു. അപ്പോൾ എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. ഞാൻ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ പരണ്ട് വീണിട്ട് കൈയും കാലും ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ല പറഞ്ഞു. അങ്ങനെ പിന്നെ കാറില്ലേ, അത് കണ്ടു. അങ്ങനെ കാറിൽ അമിത്തു കയറി. അമിത്തുവിന് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പോൾ വേഗം അതിൽ കുത്തി പിടിച്ച് കയറി. അങ്ങനെ കുറച്ച് നേരം അതിൽ അവനെങ്ങനെ ആട്ടിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് എന്താണ് ആ സാധനം, ഗോളി സോഡ, സൂപ്പർ അടിപൊളിയിട്ട് ആ സാധനം. പൈനാപ്പിൾ, ഓറഞ്ച്, അതാണ് അടിപൊളി. ഈ 2 ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോയി. കുറച്ച് നേരം പൂളിലൊക്കെ ചാടി കളിച്ചു. കുറച്ച് നേരം ചാടി കളിക്കാൻ പറ്റുള്ളൂ, കാരണം അവിടെ അന്നൊരു പ്രൈവറ്റ് പാർട്ടി ഉണ്ടായിരുന്നു, ഒരു ചെക്കൻ്റെ ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അവിടെ അവരിങ്ങനെ ഡ്രിങ്ക്സൊക്കെ യൂസ് ചെയ്യണോണ്ട് നമ്മളങ്ങോട്ട് കയറിപ്പോന്നു. കാരണം അവർക്ക് കുറച്ച് പ്രൈവസി ആവശ്യമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോന്നു. ഇനി ബാക്കിയുള്ളത് ഞാൻ അടുത്ത പാട്ടിൽ ഇടാം, കാരണം കുറേ ഉണ്ട്. അങ്ങനെ രാത്രിക്ക് ശേഷം ഇനി രാവിലെ ഉള്ളത് മുതൽ ഞാൻ നെക്സ്റ്റ് പാട്ടിൽ ഇടണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. രാത്രി സാധാ പോലെ ഫുഡ് കഴിച്ചു, നമ്മൾ കിടന്നുറങ്ങി. കാരണം പൂളിൽ കളിക്കാനായിട്ട് പറ്റിയില്ല, കാരണം അവിടെ പാർട്ടി നടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പാട്ട് ഞാൻ വേഗം ഇടാം. ഇതന്നെ ഞാൻ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നെക്സ്റ്റ് പാട്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ബിരിയാണിയുടെ ഒരു പിക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളവിടെ പോയിട്ട് കഴിച്ചത്. എനിക്കിഷ്ടമായിട്ട് അവിടുത്തെ ബിരിയാണി ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല. കുറച്ച് നീളത്തിലുള്ളൊരു അരിയാന്നുള്ളൂ. കണ്ട, ഞാൻ അപ്പോഴും ഫോട്ടോ എടുക്കണേന് അമിത്ത് തലയിൽ ഇങ്ങനെ പിടിക്കുക. അതന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ബൈ.